എന്താണ് ഈ പഠന നിരാശ? നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം പഠന നിരാശ എന്താണ് എന്നുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കാതെ പോകുന്നൊരവസ്ഥയാണ് ഈ പഠന നിരാശ എന്ന് പറയുന്നത്. പ്രതീക്ഷിച്ചതുപോലെ മാർക്ക് ലഭിക്കാതെ വരിക, അവരുദ്ദേശിച്ചതുപോലുള്ളതായ ഒരു ലക്ഷ്യത്തിലെത്താനെ കൊണ്ട് സാധിക്കാതെ പോവുക, അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനെ കൊണ്ടുള്ളതായ ഒരു ശ്രദ്ധ ലഭിക്കാതെ പോവുക. അങ്ങനെയൊക്കെയുള്ളതായ ഒരവസ്ഥയാണ് ഈ പഠന നിരാശ എന്ന് പറയുന്നത്. നമുക്കറിയാം, കുറേ പഠിച്ചിട്ടും അവർക്കത് ആ ഒരു ലക്ഷ്യത്തിലെത്താനെ കൊണ്ട് കഴിയാതെ പോവുക, അവർ പ്രതീക്ഷിച്ച പോലെ ഒരു മാർഗ് ലഭിക്കാതെ പോവുക. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ അവരുദ്ദേശിച്ച രീതിയിലൊരു മാർഗ് ലഭിക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്നതായ ഒരവസ്ഥയുണ്ട്. മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കും, മറ്റുള്ളവർ മുന്നേ തോറ്റുപോകാം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നൊരവസ്ഥയാണ് ഈ പഠന നിരാശ എന്ന് പറയുന്നത്. ഈ പഠന നിരാശ മാറാനെ കൊണ്ട് വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചിരിക്കുക. പഠന നിരാശ മാറാനെ കൊണ്ട് വേണ്ടി നമുക്ക് ഒരുപാട് സിലബസ് ഉണ്ട്, എല്ലാം പഠിക്കണം. നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ കുറേ സമയം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 7 മിനിറ്റൊക്കെ നമ്മൾ ബ്രേക്ക് എടുക്കുന്നതല്ലാണ്. ഇപ്പം നമ്മൾ കുറച്ച് നേരം ഒരു കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ ഇരിക്കാതെ ഒരു 5 മിനിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും പഠിക്കാനെ കൊണ്ടിരിക്കും. അത് നല്ലൊരവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് മറന്നു പോകാം. ആ മറന്നു പോകുന്നതായ കാര്യങ്ങൾ ഒരു കുറിപ്പായിട്ട് നമ്മൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് അതിനെ 1, 2, 3, 4 തവണ ആവർത്തിച്ച് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കുകയും വീണ്ടും അഥവാ നമുക്ക് അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്ന് എഴുതുകയൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാനൊക്കെ ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോടോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ആരോടെങ്കിലും നമുക്കൊന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നിരാശയൊന്ന് മാറിക്കിട്ടും. നമുക്ക് അവരോട് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താണോ പഠിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞ് നമുക്ക് അതിന് ഉത്തരം നൽകി കഴിയുമ്പോൾ അവിടെ നമ്മുടെ നിരാശ മാറ്റിയെടുക്കാനൊക്കെ കൊടുക്കും. അഥവാ നമുക്ക് ആരും കേൾക്കാനെ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണാടി